ഹലോ. നമ്മളിപ്പം വോട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇന്നലെ സെം എക്സാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഇന്ന് വോട്ട് ചെയ്തിട്ട് നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ നിന്നേച്ച് തിരിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. എനിക്ക് ഭയങ്കര മടിയാണ്, പക്ഷേ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന്. ഇപ്പം നല്ല വെയിലുണ്ട്, പക്ഷേ ഇനി വൈകിട്ട് വരെ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഭയങ്കര തിരക്കാവും. അപ്പോൾ നമ്മൾ അത്ര തിരക്കാവുന്നോടം വരെ നിൽക്കണ്ട എന്ന് വിചാരിച്ചപ്പോൾ തന്നെ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഇനി വോട്ട് ചെയ്യാൻ പോയിട്ട് വന്നിട്ട് കാണാം. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ അനിയൻ നക്ഷത്രവും സീരിയൽ ബൾബും ഇട്ടു, പിന്നെ ക്രിസ്മസ് ട്രീയും വെച്ചു. ഇനി നമ്മൾ ബാക്കി വന്നിട്ട് ചെയ്യും. ഇപ്പോൾ നല്ല വെയിലുണ്ട്, പക്ഷെ ഞാനിരിക്കുന്ന തണലത്താണ്. എനിക്കും അനിയനും വോട്ട് ചെയ്യാൻ പോവേണ്ടത് അങ്കൻവാടിയിലായിരുന്നു. നമ്മളെ വീടിനടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് പോയി. പോകുന്ന വഴിക്കാണെങ്കിൽ ഇവൻ എനിക്ക് എന്തൊക്കെയോ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ അംഗൻവാടിയിലാട്ടോ നമ്മൾ മൂന്നാളും കുഞ്ഞാറിനവ് പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ വോട്ടൊക്കെ ചെയ്തിട്ട് വന്നു. മാനു നിൻ്റെ കൈ കാണിച്ച്. ഗൈസ്, മാനുവിൻ്റെ കന്നി വോട്ടായിരുന്നത്. എൻ്റെ കന്നി വോട്ടല്ല കേട്ടോ, എൻ്റെ രണ്ടാമത്തെ വോട്ടായിരുന്നു. എന്ത് ഫോക്കസ് ആവാത്ത? മാനു വോട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? സന്തോഷമാണോ? ഇവനെല്ലാം പഠിച്ചു വെച്ചിട്ട്, പക്ഷെ അവിടെ ചെന്നപ്പോൾ ടെൻഷനായിട്ട്. കന്നി വോട്ടിൻ്റെ പേടിക്കണ്ട, അടുത്ത വോട്ടാകുമ്പോൾ സെറ്റാവും. ഗൈസ്, ഇവൻ പഠിച്ചു വെച്ചിട്ട് എക്സാമിന് പോയിട്ട് എല്ലാം മറന്നു പോകണം. അതെല്ലാം മറന്നുപോയി. പക്ഷെ ഫൈൻ, നല്ല ബാക്ക്ഗ്രൗണ്ട് ആ പച്ച കളർ വന്നപ്പോൾ. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. അത്രയും നേരം കൊണ്ട് നമ്മുടെ വോട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ചുക്കു 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 വണ്ടി ഇപ്പം സ്റ്റാർട്ടായി. ഞാൻ പോയിട്ട് വന്നപ്പോഴേക്ക് ഇവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടി. എവിടെ എനിക്ക് 2 മയിലുണ്ടായിരുന്നു, അതിലൊരെണ്ണം മരിച്ചു. അപ്പം ബാക്കിയുള്ളതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി. നമുക്ക് ഒരു പാത്രത്തിൽ കേക്കും ഒരു പാത്രത്തിൽ വൈനും ആൻറ്റി തന്നു വിട്ടു. നമ്മളെ തിരിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളാണെങ്കിൽ ഒരു ചായക്കടയിൽ കയറിയിട്ട് പഴംപൊരിയും മുളക് വടയും വാങ്ങിച്ചു. അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെക്കം തന്നെ വീട്ടിലേക്ക് തിരിച്ചു. ഇതാണ് നമ്മുടെ കനാല് റോഡ്. എനിക്കാണെങ്കിൽ പണ്ട് ഭയങ്കര പേടിയായിരുന്നു ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വണ്ടിയിൽ പോകുമ്പോഴേക്ക് ചാടിപ്പോകുന്നു. പക്ഷെ ഇപ്പം അത്ര പേടിയൊന്നുമില്ല കേട്ടോ. ഗൈസ്, ഇവർ സപ്പോർട്ടൊക്കെ പറയാൻ വന്നതായിരുന്നു. വല്യാച്ചനും ആൻറ്റിയും വോട്ട് ചെയ്യാൻ വേണ്ടി ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ചക്കുടി മാറങ്ങോട്ട്. അമ്മയാണെ അവർക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് കോവിഡ് തണ്ടൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അതിന് ആർക്ക് എനിക്കോ? അയ്യോ, കറുനാരങ്ങല്ല കയ്പ. ഇതിന് കയ്പില്ല കേട്ടോ, അല്ലേ ഏട്ടേ? വാതിൽ തുറന്നിട്ടപ്പോഴേക്ക് ചുട്ടുമണി ഉള്ളിൽ കയറി. നമ്മൾ പോയിട്ട് വന്നപ്പം എണ്ണ പലഹാരങ്ങൾ വാങ്ങിച്ചിട്ട് വന്നു. ഗ്ലാസ്സൊക്കെ വേറെ. എനിക്കാണ് എൻ്റെ കയ്യിൽ പെയിൻ്റ് അടിച്ചത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒട്ടും ആർട്ടിസ്റ്റിക് അല്ലാത്ത രീതിയിലാണ് പെയിൻ്റ് അടിച്ചത്. പിന്നെ നമ്മൾ ഒത്തിരി വൈകാതെ അവരെ പറഞ്ഞു വിട്ടു, അവർക്ക് ഇടുക്കി വരെ എത്താനുള്ളതല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞാനും അനിയനും കൂടെ ഹോസ്പിറ്റലിൽ പോയി. സൺഫിസ്ഡായിട്ട് നമ്മൾ പോവാണ്. ഈവനിങ് ആയി. ഞാൻ ഉച്ചയ്ക്ക് തുടങ്ങിയ ജേണിയാണ്. ആ വണ്ടി നമ്മൾ ഇടിക്കാൻ വന്നു, പക്ഷെ ഇടിച്ചില്ല. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല സണ്ണുണ്ട്, പക്ഷെ ഇപ്പം നമ്മൾ ഷെയ്ഡിലൂടെ പോകുന്നതുകൊണ്ട് സൺ അറിയാൻ പറ്റുന്നില്ല. നമ്മൾ വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിലെത്തി. ഇത് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്മസ് ട്രീ ആയിരുന്നു. നല്ല ഭംഗിയായിട്ടെല്ലാം ഒരുക്കി വെച്ചു. ഗൈസ്, നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ വന്നത്. എന്താ അതിൻ്റെ അഭിപ്രായം? അങ്ങനെ പറഞ്ഞുകൂടാ, അത് കഴിക്കുന്നതിന് മുന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നോക്കുമ്പം അവിടെ വെട്ടമിട്ടിട്ടുണ്ട്. അവിടെ നെറ്റ് ഉണ്ട്, അതുകൊണ്ടാണെന്ന് അവിടെ വെട്ടിട്ടേക്കണം, അറിയത്തില്ല. അപ്പം നമ്മൾ കഴിക്കാൻ പോകുന്ന കട ഇതാന്ന്. കഴിക്കാൻ പോകുന്ന കടയില്ല, പാനിപ്പൂരി കഴിക്കാൻ പോകുന്ന കട ഇതാന്ന്. ആ ചേട്ടൻ അവിടെ സമൂസ വറുത്തോണ്ടിരിക്കുകയാണ്.
നമ്മൾ പല്ലാശുപത്രിയിലൊക്കെ പോയിട്ടെന്താ പല്ലിട്ട് കുറേ കുത്തി എനിക്ക് പല്ലൊക്കെ ഇപ്പോൾ വേദനയാണ്. അവൻ പറഞ്ഞു നിങ്ങളെ BMW കാണിച്ചു കൊടുക്കാൻ. ഒരു BMW എന്ന് പറഞ്ഞുകൂടാ, അതിന് BMB എന്ന് പറയണം അല്ലേ? ഞാൻ അങ്ങനെ റീൽസിൽ കണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വാങ്ങിയ പാനിപ്പൂരിക്ക് കാണാനുള്ള ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തുനിന്ന് വെള്ളം എൻ്റെ മേത്തോട്ട് ആടുന്ന ഭയങ്കര എരിവ്. ആണോ ഗൈസ്? മാനു ഡിപ്രസ്ഡായി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് അത്യാവശ്യം സന്ധ്യയായിരുന്നു. പിന്നെ ഇവിടെ പള്ളിപ്പെരുന്നാളൊക്കെ ഉള്ളതുകൊണ്ട് വഴിയിൽ നിറച്ച് വെട്ടമൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നേരെ വീടെത്തി, വൈനൊക്കെ കുടിച്ചു, കേക്കൊക്കെ കഴിച്ചു, ഹാപ്പിയായി. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ.